നമസ്കാരം. വരപ്രസാദ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ധനുമാസ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 ധനുമാസ തിരുവാതിര വരുന്നത് 2026 ജനുവരി 3-ാം തീയതി ശനിയാഴ്ചയാണ്. സന്തോഷകരമായ കുടുംബജീവിതത്തിനും ഭർത്താവിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും മംഗല്യസിദ്ധിക്കുമൊക്കെയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. തിരുവാതിര വ്രതം എടുക്കുന്നവർ അരിഭക്ഷണം പാടെ ഉപേക്ഷിച്ച് ഗോതമ്പ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ കഴിച്ചാണ് വ്രതമെടുക്കേണ്ടത്. ഒഴിഞ്ഞ വയറോടെ തിരുവാതിര വ്രതമെടുക്കാൻ പാടില്ല. 2026 ജനുവരി 2 രാത്രി 8:04 മുതൽ ജനുവരി 3 വൈകുന്നേരം 5:28 വരെയാണ് തിരുവാതിര നക്ഷത്രം ഉള്ളത്. ഉറക്കമൊഴിക്കേണ്ടത് ജനുവരി 2-ാം തീയതിയാണ്. ജനുവരി 2 രാത്രി 8:04 മുതൽ 3 വൈകുന്നേരം 5:28 വരെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്. ജനുവരി 3 വൈകുന്നേരം 5:28 ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമുണ്ടാക്കി അത് സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതം അവസാനിപ്പിച്ച ശേഷം അരിഭക്ഷണം കഴിക്കാം. തിരുവാതിരയുടെ തലേ ദിവസമായ മകയിരം ദിനത്തിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി ഉണ്ടാക്കി നിവേദിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്കാണ് തിരുവാതിര വ്രതത്തിലെ മറ്റൊരു പ്രധാന വിഭവം. ജനുവരി 2 രാത്രി തന്നെയാണ് പാതിരാപ്പൂ ചൂടുന്നതും ദശപുഷ്പം ചൂടുന്നതും. ഈ ആചാരങ്ങളൊക്കെ എല്ലാവർക്കും സാധ്യമായെന്ന് വരില്ല. അതിൽ വിഷമിക്കേണ്ടതില്ല. നമുക്ക് സാധിക്കുന്നതുപോലെ അരിഭക്ഷണം ഉപേക്ഷിച്ച് മറ്റു ഭക്ഷണങ്ങൾ കഴിച്ച് ശിവഭഗവാനെയും ശ്രീപാർവതി ദേവിയെയും നന്നായി ഭജിച്ച് ശിവമന്ത്രങ്ങൾ ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് വ്രതം എടുക്കാവുന്നതാണ്. നമ്മുടെ മനമുരുകിയുള്ള പ്രാർത്ഥന തന്നെയാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.